ഒന്ന് രണ്ട് ഹദീസുകൾ ഒന്ന് കണ്ടിട്ട് വരാം. മുഹമ്മദ് ശവക്കുഴിയിൽ വെച്ച് കൗല എന്ന അമ്മായിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഈ ശവഭോഗത്തിന് വിശദീകരണമായി മുഹമ്മദ് പറഞ്ഞത്, ഞാൻ അവളെ എൻ്റെ കുപ്പായത്തിൽ അണിഞ്ഞു, ശവക്കുഴിയിലെ വേദന മാറ്റുന്നതിനായി എന്ന്. സൊഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 23-ാം വോളിയത്തിലെ ഇത്രാമത്തെ ഹദീസാണ് കേട്ടോ. 42,000 കണക്കൊന്നും എനിക്കറിയില്ല. പിന്നെ ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന 7-ാമത്തെ വോളിയത്തിലുമുണ്ട് കേട്ടോ ആ ഹദീസ്. 6248. ഖുർആൻ 33-50 പറയുന്നത് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതായത് പ്രവാചകന് മാത്രമായിട്ട് പ്രവാചകൻ്റെ ഫാമിലിയിലുള്ള ഉമ്മയും പെങ്ങളും മകളും അല്ലാത്ത എല്ലാ ആളുകളെയും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, പ്രവാചകന് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ, പുറത്തുനിന്നുള്ള ഒരു സ്ത്രീ ശരീരം ദാനം നൽകിയാൽ അതും മുഹമ്മദ് നബിക്ക് സ്വീകരിക്കാമെന്ന് പറയുന്ന വചനവുമുണ്ട് കേട്ടോ ഇതിന് തെളിവായിട്ട്. പിന്നെ ബന്ദിയാക്കപ്പെട്ട പെൺകുട്ടിയെ മുഹമ്മദ് ബലാത്സംഗം ചെയ്തു. ബുഖാരി നിക്കാഹ് 360. അതായത് അങ്ങനെ ചെയ്യാം. കാരണം ബന്ധിയാക്കപ്പെട്ട പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് നിന്ന് ആ രാജ്യം കൊള്ളയടിക്കുകയോ യുദ്ധം ചെയ്യുകയോ ഒക്കെ ചെയ്ത് തോൽപ്പിച്ചിട്ട് വന്നതാണല്ലോ. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവർക്ക് സ്വന്തമാണ്. അവർ പിന്നീട് ലൈംഗിക അടിമകളാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോട് പെർമിഷനൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഖൈബറിൻ്റെ പതനത്തിന് ശേഷം കൊല്ലപ്പെട്ട ശത്രു സൈനികൻ്റെ നവവധുവായ സഫിയ ബിന്ദു ഹുയ്യെ സൗന്ദര്യം ആളുകൾ വിവരിച്ചു. ഹുയ്യയുടെ, അതായത് സഫിയ ബിന്ദു ഹുയ്യ, അവളുടെ സൗന്ദര്യം ആളുകൾ ഇങ്ങനെ. അപ്പം പ്രവാചകൻ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാണ് എന്ന് ഖുർആനിൽ തന്നെ മറ്റൊരു വചനം പറയുന്നുണ്ട്. 33-52 ഞാനത് കാണിച്ചു തരാം. അപ്പോൾ പ്രവാചകൻ അവളെ തനിക്കായി തിരഞ്ഞെടുത്തു. മദീനയിലേക്കുള്ള വഴിയിൽ അവൻ നിർത്തി അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവൾ ഭാര്യയാണോ വെപ്പാട്ടിയാണോ എന്ന് അവൻ്റെ കൂടെയുള്ളവർക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അവൾക്കും പുരുഷന്മാർക്കുമിടയിൽ ഒരു മൂടുപടം വലിച്ചു. അവൾ ഒരു ഭാര്യയാണെന്ന് അവർ മനസ്സിലാക്കി. അവിഹിത ബന്ധം ഇസ്ലാമിൽ അനുവദനീയമാണ്. ഇപ്പം ഇത് മനസ്സിലായല്ലോ. ഇതിനി 2 ഖുർആൻ വചനമാണ്. അത് ഞാൻ ഖുർആനിലെ ഇൻഡെക്സിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുഹമ്മദ് നബിയുടെ അമ്മായി ആയിരുന്നു കൗല എന്നറിയാമല്ലോ. അവര് മരിച്ചു. അവിടെ ആ നാട്ടില് അന്നുണ്ടായിരുന്ന ആചാരപ്രകാരം അവര് മരിച്ചപ്പോൾ ശവക്കുഴിയിൽ ഇറങ്ങി അമ്മായിയുമായി ലൈംഗിക ബന്ധത്തിൽ പ്രവാചകൻ ഏർപ്പെട്ടു. പ്രവാചകന്റെ അനുചരന്മാർ ഈ ശവഭോഗത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, അവളെ ഞാൻ എൻ്റെ കുപ്പായത്തിൽ അണിഞ്ഞു എന്നായിരുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചോദിക്കാം, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തെളിവടക്കം തന്നെ കൊടുത്തിട്ടുണ്ട്. ബുഖാരി ഒരുപാടുണ്ട്. സൊഹീഹുൽ ബുഖാരി ഓരോ പ്രസാധകർ ഇറക്കുന്നത് ഓരോ സംഘടനയ്ക്കുണ്ടല്ലോ. IPH ജമാഅത്തെ ഇസ്ലാമിയുടെ, അൽ ഹുദ, സുന്നിയുടെ, അങ്ങനെയുണ്ട്. അപ്പോ ഇവരൊക്കെ ഇറക്കുന്നതിൽ ഏതാണ് സത്യസന്ധമായത് എന്ന് ഇവര് തന്നെ പറയണം. ഒരു വിഭാഗത്തിൻ്റെത് മറ്റേ വിഭാഗം അംഗീകരിക്കുന്നില്ല, അവരുടേത് ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹദീസ് ഒന്നല്ലേ ഉള്ളൂ. ഇത് പ്രവാചകൻ ഇറങ്ങിയതല്ലേ, പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്. അതിന്റെ പ്യൂരിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പോലും ഒരു സംശയമില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ ശവഭോഗം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇനിയും പറയുമോ? ഇല്ലെന്ന് പറയുമോ? എന്നാൽ സൊഹീഹുൽ ബുഖാരി എടുക്കണ്ടേ? അപ്പോ ബന്ധിയാക്കപ്പെട്ട പെൺകുട്ടിയെ മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്തു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ബന്ധിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ലൈംഗിക അടിമകളായി അയൽ രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ആളുകളെയൊക്കെ പ്രവാചകൻ അല്ലാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അല്ലാഹു പ്രവാചകന് മലക്കത്ത് അയ്മാനുക്കുന്ന പറയുന്നേ, വലങ്കൈ ഉടമപ്പെടുത്തിയവരെ പ്രവാചകൻ അല്ലാഹു അനുവദിച്ചു നൽകിയിട്ടുണ്ട്. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. ശവഭോഗം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? ഭോഗിക്കാൻ വേണ്ടി മാത്രം ഒരു മതം എന്നൊക്കെ പറഞ്ഞാൽ കുരുക്കൾ പൊട്ടിയൊലിച്ചിട്ട് കാര്യമില്ല. ആ കുരുക്കൾ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിയൊലിക്കാനുള്ളതാണ്. അത് പൊട്ടിയൊലിച്ചേ തീരൂ. ഖൈബർ യുദ്ധത്തെ സംബന്ധിച്ച് നമ്മൾ ആരും മറന്നിട്ടില്ല. ആ സ്ത്രീയുടെ, സുന്ദരിയായ സ്ത്രീയുടെ വാപ്പയെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ട്
അവളുമായി അറകൂടിയ പ്രവാചകനെ സംബന്ധിച്ച ചരിത്രങ്ങളും ഹദീസുകളും ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രവാചകൻ നല്ല ഒരു മാനവികനാണെന്ന്. അദ്ദേഹം ഒരു ഗോത്രത്തലവന്റെ മകളായിരുന്നു സഫിയ. മറ്റൊരു ഗോത്രത്തലവന്റെ ഭാര്യയുമായിരുന്നു കിനാന. എന്നിട്ട് അവരെ എന്താ ചെയ്തത് നമുക്കറിയില്ലേ. അപ്പോ ഈ വീതം വെക്കുമല്ലോ, നമ്മൾ ലൗലോലിക്കയും ചാമ്പയ്ക്കയും നെല്ലിക്കയും ഒക്കെ ചെറിയ പ്രായത്തിൽ വീതം വെക്കുന്നത് പോലെ വീതം വെച്ചപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ്. ആഹാ, അപ്പോൾ തന്നെ നബി വെള്ളം ഇറക്കി കഴിഞ്ഞു ഇവര്. കാരണം സൗന്ദര്യത്തിൽ ആകൃഷ്ടനാണ് പ്രവാചകൻ എന്ന് 33 അധ്യായം 52 വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അതീവ സുന്ദരിയായ സ്ത്രീയാണ്. അങ്ങനെ ശരി, എന്നാ കിനാന സഫിയയെ വിവാഹം കഴിച്ചിട്ട് അധികമായിട്ടുമില്ല. സമയത്താണ് കയറി സമ്പത്തിന് വേണ്ടിയിട്ട് കയറി ചെയ്തത്. സമ്പത്ത് കഴിഞ്ഞപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി പെണ്ണിനെയും കിട്ടി. അങ്ങനെ ധാരാളം പെൺകുട്ടികൾക്ക് കിട്ടി. അപ്പോൾ സഫിയയുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച് പ്രവാചകന്റെ അനുയായികൾ ഇങ്ങനെ പറഞ്ഞു നടന്നു, നല്ല പീസാണല്ലേ, കിട്ടിയാൽ മതി എന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പറഞ്ഞു നടന്നപ്പോൾ ആ വിഷയം പ്രവാചകന്റെ കാതിലും എത്തിയപ്പോൾ പ്രവാചകൻ പിന്നെ സൗന്ദര്യത്തിൽ ആകർഷണമായതുകൊണ്ട് പ്രവാചകൻ എടുത്തു അവരെ. എന്നിട്ട് മദീനയിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഭാര്യയാണോ വെപ്പാട്ടിയാണോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം പ്രവാചകന് അനുവദിച്ചു നൽകിയതാണ്. മുഹമ്മദ് നബിക്ക് മാത്രമായി അള്ളാഹു നൽകിയ ചില നിയമങ്ങളിൽ പെട്ടതാണ് ധാരാളം അടിമകളെ ഭോഗവസ്തുവായി നൽകാൻ. അങ്ങനെ അപ്പോൾ അവര് ലൈംഗിക അടിമയാണ്, മറ്റേ രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണല്ലോ. പിന്നെ നമുക്ക് അതിനെ വിമർശിക്കാൻ പറ്റില്ല. പ്രവാചകന് മാത്രമായിട്ട് അള്ളാഹു ചില നിയമങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരെ പ്രവാചകന് ലഭിക്കുകയും ഇതെനിക്ക് വേണം, പിന്നെ ഇനി ആരും അതിനെ കാണണ്ട, ഉടനെ തലവഴിയെ ഒരു തുണിയം കിട്ടി. അതായത് ഇങ്ങനെ യഥേഷ്ടം പെണ്ണുങ്ങളെ ഭോഗവസ്തുവായി ഉപയോഗിക്കാൻ പ്രവാചകന് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. തന്നെയുമല്ല, പ്രവാചകൻ നമ്മൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവർക്ക് സുന്ദരിയായ ഒരു മോളുണ്ട്, മോളെ കണ്ടിട്ടാണ് വിവാഹം കഴിച്ചതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉള്ള ഇവമാരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവര് കുറച്ച് വയസ്സായി, അവരെ വേണ്ട. എന്നാൽ അവർക്ക് ആദ്യത്തെ വിവാഹത്തിൽ ഒരു മോളുണ്ടെങ്കിൽ അവളുമായിട്ട് നമുക്ക് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാം, കുഴപ്പമില്ല, അവളെ കെട്ടുകയും ചെയ്യാം. അതായത് ഉമ്മയും മകളെയും ഒരുമിച്ച് വെച്ചുകൊണ്ടിരിക്കാമെന്ന്. എങ്ങനെയുണ്ട്? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടിട്ട് കാര്യമുണ്ടോ? ഖുർആൻ അനുവദിച്ചു നൽകിയതല്ലേ. ഖുർആനിന്റെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോ ഇങ്ങനെ ഖുർആൻ അനുവദിച്ചു നൽകിയ കാര്യങ്ങൾ റെഫറൻസ് അടക്കം പറയുമ്പോൾ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ കത്തി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ പുസ്തകത്തിൽ ഇതുള്ളിടത്തോളം കാലം ഞാനല്ലെങ്കിൽ ഇനി വരുന്നവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, എഴുതിക്കൊണ്ടേയിരിക്കും, വിമർശിച്ചുകൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പറഞ്ഞേ പറ്റൂ, മറ്റൊരു മാർഗവുമില്ല. അപ്പോൾ